കണ്ണൂർ സീറ്റിനായി കോൺഗ്രസിനെ ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദത്തിലാക്കാമോ അതെല്ലാം ചെയ്തു കോൺഗ്രസ് എം പി കെ സുധാകരൻ. ഏറ്റവും ഒടുവിലാണ് പാർട്ടിക്ക് വിധേയനായി സുധാകരൻ തിരികെ കണ്ണൂർക്ക് മടങ്ങിയത്. 3 ദിവസം ഡൽഹിയിലെ തന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങാത്ത കണ്ണൂർ സീറ്റിനായി സമ്മർദ്ദം ചെലുത്തിയ കെ സുധാകരൻ ഏറ്റവും അവസാനത്തെ മണിക്കൂറിലാണ് പാർട്ടിക്ക് വേണ്ടി കീഴടങ്ങിയതായി പ്രഖ്യാപിച്ചത്. എം പിമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ പാർട്ടി ഉറച്ചുനിന്നതോടെ താൻ പാർട്ടി വിടില്ലെന്ന് വെളിപ്പെടുത്തി വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങി. അവസാന നിമിഷം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ തേടി ഒരു ഫോൺ കോൾ ചെല്ലുന്നു. തന്റെ വിഷമങ്ങളെല്ലാം തന്നെ ഖാർഗെയ്ക്ക് മുന്നിൽ സുധാകരൻ നിരത്തി. ഒടുവിൽ ചില ഉറപ്പുകളും വാങ്ങിയാണ് സുധാകരൻ ജന്മനാട്ടിലേക്ക് മടങ്ങിയത്. കണ്ണൂരിന്റെ എം പി സ്ഥാനം വിട്ട് MLA ആകുവാൻ എന്താണ് സുധാകരനെ പ്രേരിപ്പിച്ച ഘടകമെന്ന് ചോദിച്ചാൽ അത് മന്ത്രിക്കുപ്പായം തന്നെയാണ്. ആ ഉദ്ദേശം സ്വാഭാവികമായും ന്യായമാണെന്ന് പറയേണ്ടി വരും. 2006 മന്ത്രി കസേരയിൽ നിന്നിറങ്ങി കണ്ണൂർ MP ആകുവാൻ പോയതാണ് സുധാകരൻ. 20 കൊല്ലം കഴിഞ്ഞു തിരികെ കേരളത്തിലേക്ക് മടങ്ങിയിട്ട്. രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ലാപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു മന്ത്രിസ്ഥാനം സുധാകരൻ മോഹിച്ചത്. അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. എന്നാൽ ഡൽഹിയിൽ MP ആയി തുടരുന്ന സുധാകരനെ കാത്തിരിക്കുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള പദവി തന്നെയാണ്. നിലവിൽ KV തോമസ് ആണ് ഈ പദവിയിലിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പിറ്റേന്ന് തന്നെ KV തോമസിനെ മാറ്റി ഉത്തരവിറങ്ങും. ആ സ്ഥാനത്ത് കെ സുധാകരൻ ഇരിപ്പുറപ്പിക്കും. ക്യാബിനറ്റ് റാങ്കോടെയുള്ള പദവിയോടെ സുധാകരൻ ഡൽഹിയിൽ പിന്നീടുള്ള 5 വർഷം സംസ്ഥാന സർക്കാരിനെ നയിക്കുമെന്നത് ഉറപ്പാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന പ്രവർത്തക സമിതി അംഗം AK ആന്റണി തുടങ്ങിയവർ നേരിട്ടിടപെട്ടതോടെയാണ് സുധാകരൻ വഴങ്ങിയത്. തന്റെ നിലപാടിൽ മാറ്റമില്ലെങ്കിലും താൻ പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്ന നാട്ടിലേക്ക് മടങ്ങും വഴി സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പദവി ലക്ഷ്യം വെച്ച് 1 ഡസൻ കോൺഗ്രസുകാരെങ്കിലും വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നാൽ ഇനി ആ പദവിയിൽ ആരും കണ്ണുവെക്കേണ്ടെന്നും അത് സുധാകരനായി നീക്കിവെച്ച് കഴിഞ്ഞുവെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും കണ്ണൂരിൽ കെ സുധാകരന് പകരം TO മോഹനൻ സ്ഥാനാർത്ഥിയാകും. ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കണമെന്നും BJPയെ ദേശീയ തലത്തിൽ നേരിടാൻ ലോക്സഭയിൽ ഓരോ MPയും അനിവാര്യമാണെന്നും ഖാർഗെ സുധാകരനോട് പറഞ്ഞിരുന്നു. സുധാകരന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാകുമെന്നും ഖാർഗെ അറിയിച്ചു. ഇതോടെയാണ് സുധാകരൻ അടങ്ങിയത്. വ്യാഴാഴ്ച പുലർച്ചെ 3 വരെ നീണ്ട മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകേണ്ടെന്ന് ഹൈക്കമാൻഡിന്റെ ദൃഢനിശ്ചയമായിരുന്നു കാരണം. സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുന്നെന്നത് എല്ലാ നേതാക്കൾക്കും അണികൾക്കും തെറ്റായ സന്ദേശമാണ് നൽകുകയെന്ന നിരീക്ഷണവുമുണ്ടായി. തുടക്കത്തിൽ മത്സര താൽപര്യം MPമാരായ MK രാഘവനും കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ പ്രകടിപ്പിച്ചിരുന്നു. കൂട്ടത്തോടെ MPമാരെ മത്സരിപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന തിരിച്ചറിവാണ് ആരെയും മത്സരിപ്പിക്കേണ്ടെന്ന നിലപാടിൽ നേതൃത്വം എത്തിച്ചത്. സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ച ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴച്ചതിന് ജനങ്ങൾ പ്രതികൂലമായി പ്രതികരിച്ചേക്കാം. സുധാകരന് സീറ്റ് നൽകിയാൽ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. പ്രമുഖ ഈഴവ നേതാക്കളായ ഇരുവരെയും പരിഗണിക്കാൻ ശിവഗിരി മഠവും ആവശ്യപ്പെട്ടിരുന്നു. കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ച് ജയിച്ചാൽ ആറ്റിങ്ങലിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMലെ V ജോയിക്കെതിരെ വെറും 684 വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചു കയറിയത്. അതുകൊണ്ട് അവിടെ ജയം സുനിശ്ചിതമൊന്നുമല്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സ്വീകരിച്ച ഉറച്ച നിലപാടാണ് MPമാരെ അകറ്റി നിർത്തിയത്. ഇതോടെ സുധാകരനെയും അടൂർ പ്രകാശിനെയും ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് സുധാകരന് ക്യാബിനറ്റ് റാങ്കുള്ള പദവി ഉറപ്പു നൽകി നേതാക്കൾ പ്രശ്നം താൽക്കാലികമായി അവസാനിപ്പിച്ചതെന്നും പറയാൻ സാധിക്കും.